ആമേൻ. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ സ്തുതിയും പുകഴ്ചയും മഹത്വവും ആരാധനയും സ്തുതിയും ഇന്നും എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻസ് മിനിസ്ട്രീസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ദൈവനീതിയെക്കുറിച്ചിട്ടാണ്. അതായത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വചനത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയാണ്, ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി സകലവും ചേർക്കപ്പെടും. അപ്പോൾ ഈ ദൈവരാജ്യവും നീതിയും, ദൈവരാജ്യത്തിനെക്കുറിച്ചാണ് ഒരുപാട് അതിലെ എന്തിൻ്റെ രഹസ്യങ്ങളും ആത്മീയ രഹസ്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിൻ്റെ നവീകരണത്തിന് വേണ്ട രഹസ്യങ്ങളുമാണ് ദൈവരാജ്യത്തിനെ പറ്റിയിട്ട് ഓരോ ഉപമകളിലൂടെയും കർത്താവ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ ഗ്രാഹ്യം വിശ്വാസി സമൂഹത്തിൽ കുറവുള്ള ഒരു ഭാഗമാണ് ദൈവിക നീതി എന്നെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പ്രത്യേകമായി എടുത്ത് പഠിക്കണം അല്ലെങ്കിൽ അത് പഠിക്കാൻ വേണ്ടി സഹായിക്കണം എന്നുള്ള ഒരു പ്രേരണ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവിക നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നീതി എന്നുള്ള വാക്ക് എല്ലാ മതങ്ങളും അല്ലെങ്കിൽ ദൈവം എന്ന സർവശക്തനായ ദൈവത്തിലേക്ക് നോക്കുന്ന സകല മനുഷ്യരുടെയും ഉള്ളിൽ നീതിമാനായ ദൈവത്തിൻ്റെ മുന്നിൽ നീതീകരിക്കപ്പെടണമെങ്കിൽ അവിടെ നമ്മൾ നീതി പ്രവർത്തികൾ ആവശ്യമാണ് എന്നുള്ള ഒരു ബോധ്യവും അങ്ങനെയുള്ള ഒരു പഠനവും പല മതങ്ങളിലും പരമായ പഠനങ്ങളിൽ പോലും ഉണ്ട്. പക്ഷെ അതും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം? അതിൽ ഈ നീതി അല്ലെങ്കിൽ നീതി പ്രവർത്തികൾ എന്ന് നമ്മൾ പറയുമ്പോൾ നന്മ പ്രവൃത്തികൾ അല്ലെങ്കിൽ ജസ്റ്റിസുള്ള ന്യായമുള്ള പ്രവൃത്തികൾ, മറ്റുള്ളവരെ സഹായിക്കുക അല്ലെങ്കിൽ ചാരിറ്റി, ഇപ്പോൾ നമ്മൾ അങ്ങനെ ഉള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുക, ഓർഫൻസിനെ, ആരുമില്ലാത്തവരെ, അനാഥരെ, വിധവകളെ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെടുക. നമ്മളുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ പ്രവർത്തികൾ ഏർപ്പെടുക. അതായത് നമ്മൾ ഉപവസിക്കുക, പ്രത്യേക രീതിയിലുള്ള ഉപവാസ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള പ്രാർത്ഥനകൾ ഇത്ര ദിവസം ചെയ്യുക അല്ലെങ്കിൽ എല്ലാ ദിവസവും ചെയ്യുക, ഒരു പിൽഗ്രിമേജിന് ഒരു തീർത്ഥയാത്രയ്ക്ക് പോവുക, അതിപ്പോൾ ഓരോ മതങ്ങൾ അനുശാസിക്കുന്ന പോലെ അങ്ങനെ ഇതൊക്കെ എന്നെ നീതിമാനാക്കാനും എനിക്ക് കൂടുതൽ നീതിമാനായി ഒരു റൈറ്റ് സ്റ്റാൻഡിങ് ദൈവത്തിൻ്റെ മുന്നിൽ ടു ഗെറ്റ് എ റൈറ്റ് സ്റ്റാൻഡിങ് ബിഫോർ ഗോഡ്, അതാണ് നീതി എന്നുള്ളതുകൊണ്ട് അധികം ആൾക്കാരും കരുതുന്നതും ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ മുന്നിൽ ഒരു റൈറ്റ് സ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് നീതി പ്രവൃത്തികളായിട്ട് ജനറലി അല്ലെങ്കിൽ വേൾഡ്, ഈ ലോകം കാണുന്നത്. പക്ഷെ സത്യത്തിൽ വചനത്തിൽ പറയുന്ന ദൈവിക നീതി ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ എല്ലാ നീതി പ്രവൃത്തികളും ദൈവത്തിൻ്റെ മുൻപിൽ കറപുരണ്ട തുണി പോലെയാണ് എന്ന് തിരുവചനം പറയണം. കാരണം നമ്മൾ ഈ എന്തൊക്കെ ചെയ്താലും എന്ന് വെച്ച് പ്രവൃത്തിയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. വിശ്വാസത്തിൽ നിന്നുള്ള പ്രവൃത്തികളുണ്ട്, അത് വേറെ. നീതി ലഭിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്താൽ എനിക്ക് നീതിമാനാവാം, അല്ലെങ്കിൽ എൻ്റെ ഈ പാവത്തിനുള്ള പ്രായശ്ചിത്തമായി അത് മാറിക്കോളും, അവിടെ എനിക്കൊരു നീതീകരണം വരും എന്ന് കരുതി ചെയ്യുന്ന പ്രവൃത്തികളെയാണ് ഇപ്പോൾ കറപുരണ്ട തുണിയാണ് ദൈവത്തിൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞത്. അതിൻ്റെ റിസൾട്ട് ദൈവത്തിൻ്റെ മുന്നിൽ റിസൾട്ട് ആ രീതിയിൽ ഇല്ല. ദൈവത്തിൻ്റെ മുന്നിൽ നീതിമാനാവാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ദൈവിക നീതിയിലേക്ക്, സ്വയം നീതിയിൽ നിന്ന് മാറി ദൈവിക നീതിയിലേക്ക് കയറി നിൽക്കുക എന്നുള്ളത്. ഈ ദൈവിക നീതി എല്ലാവർക്കും ആവശ്യമുണ്ടോ? എല്ലാ മനുഷ്യർക്കും, സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ 21
തൊട്ടുള്ള വചനങ്ങളിൽ താഴേക്ക് നമുക്ക് വായിക്കുമ്പോൾ കാണാം, സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അപ്പോൾ നീതിമാൻ ഒരുവൻ പോലുമില്ല. റോമ 3:10 വീണ്ടും പറയാണ്, നീതിമാനായ ആൾ ഒരുവൻ പോലുമില്ല. സകല മനുഷ്യരും ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നെങ്കിൽ നമുക്ക് പിന്നെ ആ സ്വയത്തിൽ നിന്നുള്ള, നമ്മളുടെ തന്നെ സ്വയത്തിൽ നിന്നുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രവൃത്തി ചെയ്താലും അവിടെയൊക്കെ എൻ്റെ ഈ മലിനമാക്കപ്പെട്ട ഈ ഞാൻ, അല്ലെങ്കിൽ എൻ്റെ സ്വയം, എൻ്റെ സെൽഫ്, അതിൽ നിന്നാണ് ഈ പ്രവൃത്തി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവത്തിന് അത് സ്വീകാര്യമല്ല. ദൈവത്തിന് സ്വീകാര്യമാവണമെങ്കിൽ ആദ്യം നീതിമാനാവണം. നീതിമാനായതിന് ശേഷം വിശ്വാസത്തിൽ നിന്നുള്ള പ്രവൃത്തി വരുമ്പോഴാണ് ദൈവത്തിൻ്റെ അവിടെ സ്വീകാര്യത വരിക. അപ്പോൾ ഈ നീതിമാനാവുന്നത് എങ്ങനെയാണെന്നും കൃത്യമായി റോമാലേഖനം 3-ാം അധ്യായത്തിൽ 24, 25 വാക്യങ്ങളിൽ 26 പറയാണ്, നമ്മൾ പിതാവായ ദൈവം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനാണ് എന്ന് തെളിയിക്കാനും കൂടി വേണ്ടിയാണ് നമ്മൾക്ക് വിശ്വാസത്താൽ ഉള്ള നീതിയുടെ ഒരു പോർട്ടൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. വിശ്വാസത്താൽ, അതായത് ഈ വിശ്വാസത്താൽ എനിക്ക് നീതീകരണം ലഭിച്ചു. അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ സത്യത്തിൽ കർത്താവിൽ വിശ്വസിച്ചപ്പോൾ എനിക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ സൃഷ്ടിയായപ്പോൾ, ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ എനിക്ക് അനുദപിച്ച് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ ഞാൻ സ്വമനസ്സാലെ, പൂർണ്ണ മനസ്സാലെ ഞാൻ തീരുമാനിച്ചപ്പോൾ എനിക്ക് എന്തൊക്കെ സംഭവിച്ചു, എന്നെ പിതാവ് എങ്ങനെ ഇപ്പോൾ കാണുന്നു, ഞാനിപ്പോൾ നീതിമാനാണ് പിതാവിൻ്റെ മുന്നിൽ എന്നുള്ള ബോധ്യം നമ്മളുടെ ഉള്ളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പല അവകാശങ്ങളും യേശുക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യവും അനുഭവിക്കാൻ പറ്റാതെ പോകും. അതുകൊണ്ടാണ് ഇത് സത്യത്തിൽ ഞാൻ നീതിമാനാണോ എന്നുള്ള സംശയത്തിൽ ഇരുന്നാൽ, 1% സംശയം കയറിയാൽ പോലും അത് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയെന്ന് നമ്മൾ 99 മാറി വിശ്വാസം. 1% സംശയം കയറിയ പോലെ. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ് ദൈവിക നീതി. ഓക്കെ, അപ്പോൾ ഈ വിശ്വാസം, അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശു മരണം വഴി നീതിമാനായ സകല മാനവജാതിയുടെയും രക്ഷയ്ക്ക് വേണ്ടിയും നീതീകരിക്കപ്പെടാൻ വേണ്ടിയും ഒരേ ഒരു വഴിയായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. മറ്റൊരു വഴിയില്ല. മറ്റൊരു വഴി രക്ഷയ്ക്കായി, മോക്ഷമാർഗത്തിനായിട്ട് ഈ ഭൂമിയിൽ മനുഷ്യന് ലഭ്യമല്ല. യേശുക്രിസ്തു നീതിമാനായ ദൈവം തന്നെ വന്ന് നമ്മളുടെ നീതികെട്ട ആ കറപുരണ്ട തുണിയായ നീതി നമ്മൾ വിശ്വസിക്കുമ്പോൾ ഒരു എക്സ്ചേഞ്ച് സംഭവിക്കുകയാണ്. കർത്താവ് നമ്മളുടെ നമ്മുടെ അതുവരെയുള്ള സകല അനീതി പ്രവൃത്തികളും അല്ലെങ്കിൽ നീതികെട്ട പ്രവൃത്തികളെയും കർത്താവ് എടുത്തിട്ട് പകരം നീതിമാനായ ദൈവത്തിൻ്റെ നീതിയുടെ വസ്ത്രം ധരിപ്പിച്ചു എന്ന് നമ്മളോട് അത് യെശയ്യാ 61 പറയുന്നത്. അതുകൊണ്ടാണ് നീതിയുടെ വസ്ത്രം ധരിപ്പിക്കുകയാണ് നമ്മളെ. നീതിയുടെ വസ്ത്രം പല സ്ഥലത്തും നമുക്ക് കാണാം, നീതിയുടെ വസ്ത്രമാണ് നമ്മൾ ധരിപ്പിക്കുന്നത്. അപ്പോൾ ഈ കറുപുരുണ്ട വസ്ത്രം മാറ്റിയിട്ട് നീതിയുടെ വെള്ള വസ്ത്രം എന്നെ ധരിപ്പിക്കുകയാണ്. നീതിയുടെ വസ്ത്രം ധരിപ്പിച്ചോ. ഈ നീതിയുടെ വസ്ത്രം ധരിപ്പിക്കാനുള്ള ഒരു ഓപ്ഷനാണ് കുരിശിൽ എല്ലാവർക്കും ഓപ്പണായി വെച്ചിട്ടുള്ളത്. സകലർക്കും, കൃപായുഗത്തിൽ സകലർക്കും അത് ഓപ്പണാണ്. എല്ലാവർക്കും, ആർക്ക് വേണമെങ്കിലും വിശ്വാസത്താൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ എൻ്റെ സ്വയമായ ഒരു പ്രവൃത്തിക്കും, ഒരു നീതി പ്രവർത്തിക്കും എന്നെ സ്വർഗത്തിന് യോഗ്യതയുള്ള ആളാക്കി മാറ്റാൻ പറ്റില്ല എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യത്തിൽ നിന്നാണ് എനിക്ക് യേശു ക്രിസ്തുവിനെ എനിക്ക് വേണം, എനിക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട് എന്നുള്ള ആ ബോധ്യത്തിൽ വരിക. അപ്പോൾ പരിശുദ്ധാത്മാവ് അത് നമ്മുടെ കർത്താവ് തന്നെ ആ ഭാഗം വളരെ ക്ലിയറായി പറയണ ഒരു യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം
9-10 വാക്യങ്ങളിൽ നമ്മളത് കാണാം. കാരണം അവിടെ കാര്യസ്ഥൻ, ഞാൻ പോയില്ലെങ്കിൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. അപ്പോൾ കാര്യസ്ഥൻ വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിനെ അയച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്യണ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ ഇങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നന്നായി ഓരോന്നും 1, 2, 3 എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പം അത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും പരിശുദ്ധാത്മാവിന് ഓരോ സമയത്തും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. ഓരോ ഗ്രൂപ്പിൻ്റെ അടുത്തും ഓരോ ഫങ്ഷൻസാണുള്ളത്. അതായത് പരിശുദ്ധാത്മാവ് രക്ഷയ്ക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ മാത്രമല്ല, അതായത് രക്ഷയിലേക്ക് അയാളെ കൊണ്ടുവരുന്നത് പോലും പരിശുദ്ധാത്മാവാണ്. ഒരു വചനം കേൾക്കാൻ അയാളെ സജ്ജമാക്കിയിട്ട് ആ വചനം അയാളുടെ ഉള്ളിലേക്ക് ഞാൻ പാപിയാണെന്നുള്ള ബോധ്യത്തെ കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ് സത്യത്തിൽ, അല്ലേ? പരിശുദ്ധാത്മാവ് ഉള്ളിലേക്ക് ഒരു വചനം ആത്മാവും ജീവനുമാകുന്ന തിരുവചനമായ യേശുക്രിസ്തു തന്നെയായ ആ വചനം ഒരാളുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ അയാളുടെ ഉള്ളിൽ വചനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അത് ആത്മാവിനെയും പ്രാണനെയും എല്ലാം സന്ധിബന്ധങ്ങളെയും തുളച്ചു കയറുന്ന ഒരു വചനമാകുന്ന വാൾ അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ ഞാൻ സത്യത്തിൽ ഒരു പാപിയാണ്, എനിക്ക് സ്വയത്തിൽ രക്ഷപ്പെടാൻ വഴിയില്ല എന്ന ഒരു അവിശ്വാസിക്ക് ബോധ്യം കൊടുക്കുന്നത് ആരാ? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ എന്നിൽ വിശ്വസിക്കാത്തവർക്ക് പാപത്തെക്കുറിച്ചും, യോഹന്നാൻ 16:10 പറയാണ്, അവർ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അവർക്ക് പാപത്തെക്കുറിച്ചാണ് ബോധ്യം കൊടുക്കുക. അത് ആർക്കാണ് അപ്പോൾ പാപത്തെക്കുറിച്ച് എപ്പോഴും ബോധ്യം? ഞാൻ പാപിയാണോ, പാപം ചെയ്യണ്ടോ എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നത് അവിശ്വാസിക്കാണ്. വിശ്വസിക്കാത്തതിനാൽ അവർക്ക് പാപത്തെക്കുറിച്ചും, ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ വീണ്ടും എന്നെ കാണാത്തത് കൊണ്ട് നിങ്ങൾക്ക്, അതായത് ആർക്കാ? വിശ്വാസികളായ, സത്യത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും എനിക്ക് എൻ്റെ കർത്താവിനെ വേണം എന്ന്, എനിക്ക് പാപജീവിതം വേണ്ട എന്ന് അനുദപിച്ച് കർത്താവിലേക്ക് നോക്കിയാൽ മതി. കർത്താവിലേക്കൊന്ന് നോക്കുമ്പോൾ തന്നെ, പാപിയാണെന്നുള്ള ബോധ്യത്തോടെ നോക്കുമ്പോൾ തന്നെ എനിക്ക് കർത്താവിനെ വേണമെന്ന് ചിന്തിക്കുന്ന ആ നിമിഷം തൊട്ടിട്ട് ദൈവം പിന്നെ പാപിയായിട്ടല്ല കണക്കാക്കണേ, പിന്നെ വിശ്വാസിയായിട്ടാണ് കണക്കാക്കണേ. അപ്പോൾ അയാളെ നീതീകരിക്കുകയാണ്. അയാളെ നീതീകരിക്കുമ്പോൾ നീതിയെക്കുറിച്ച് ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയും നിങ്ങൾ വീണ്ടും എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നീതിയെക്കുറിച്ചും. അപ്പോൾ വിശ്വാസിക്ക് വേണ്ട ബോധ്യം പാപിയാണോ, പാപത്തിനെക്കുറിച്ചല്ല വിശ്വാസി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. കാരണം പാപം, കർത്താവിൻ്റെ തിരുരക്തം എത്ര വലിയ പാപത്തെയും പോക്കിക്കളയാനും മാത്രം അതിനെ നിർവീര്യമാക്കി കളയാം. എത്ര കൊടിയ വിഷമുള്ള പാപമാണെങ്കിലും അതിനെ നിർവീര്യമാക്കുന്ന ഒരു ആൻറ്റിഡോട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറുമരുന്നായിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തം ചിന്തപ്പെട്ട് കഴിഞ്ഞു. അതിൽ നമ്മൾ വിശ്വസിക്കുന്ന നിമിഷം ആ രക്തത്തിൻ്റെ അത്യന്ത ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം, പാപത്തിന് ഞാൻ മരിക്കുകയും ഞാൻ നീതിക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ആളാണ് പിന്നെ എൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടത് പാപബോധമല്ല, നീതിബോധമാണ്. അതുകൊണ്ടാണ് ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് നിങ്ങൾ വീണ്ടും എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പകരം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരിക നീതിബോധമാണ്. അപ്പോൾ ശരിക്കും സത്യത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ഒരാൾക്ക് ഉള്ളിലുണ്ടാവേണ്ടത് നീതിബോധമാണ്. അപ്പോൾ സ്വയം നിങ്ങൾ തന്നെ ആത്മശോധന ചെയ്ത് നോക്കുക. കാരണം ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എപ്പോഴും അയ്യോ അത് ഞാൻ പാപം ചെയ്യുകയാണോ, ഇതിങ്ങനെയാണോ, എപ്പോഴും പാപത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പാപത്തിന് വീണ്ടും വീണ്ടും ഗ്രിപ്പ് കൊടുക്കുകയാണ്. പാപത്തിനെ വീണ്ടും 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 നമ്മൾ ജീവിപ്പിക്കാൻ നോക്കുകയാണ്. വീണ്ടും ഈ മരിച്ചതിനെ റിസറക്റ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നത് പോലെയാണ് നമ്മൾ വീണ്ടും വീണ്ടും എപ്പോഴും ഈ നീതിബോധത്തിലാണെങ്കിൽ നാച്ചുറലി പാപത്തിൻ്റെ ഗ്രിപ്പ്, പാപത്തിന് ഇങ്ങനെ മുറുക്കെ പിടിക്കാനുള്ള ഒരു ഗ്രിപ്പ് പോയി കിട്ടും. അത്
ഞാൻ നീതിമാനാണ്, എന്നെ കർത്താവ് നീതിമാനാക്കി. ഞാൻ സ്വയത്തിൽ നീതിമാനല്ല. എനിക്ക് ഒരു യോഗ്യതയും ഒരു പുകഴ്ചയ്ക്കും ഒരു സ്കോപ്പും ഇല്ല. ഒരു പുകഴ്ചയ്ക്കും വകയില്ലെങ്കിലും എൻ്റെ കർത്താവിൻ്റെ മഹാദിവ്യ ബലിയിൽ എനിക്ക് നീതി കിട്ടി എന്ന് മനസ്സിലാക്കുക. അതിൽ ഞാൻ വിശ്വസിക്കണം. അതുകൊണ്ട് ആ വിശ്വാസത്തിനെ കർത്താവ് നീതിയായിട്ട് ആ നിമിഷം നിങ്ങളെ നീതിമാനാക്കി കർത്താവ് കണ്ടു കഴിഞ്ഞു. ആ നിമിഷം നിങ്ങൾ യേശുക്രിസ്തുവിനോട് എൻ്റെ കർത്താവെ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയണം. അതിപ്പോൾ നമ്മൾ വിശ്വാസി ആയതിൻ്റെ ശേഷം പാപത്തിലേക്ക് പിന്നെയും പാപം അറിയാതെയുള്ള പാപപ്രവൃത്തികളിലേക്ക് വീണുപോയെങ്കിലും എനി മൊമെൻറ്റ്, ഏത് നിമിഷവും ഇത് ചിന്തിച്ച് എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ് റിപ്പൻറ്റൻസോടുകൂടി തിരിച്ചു കയറുന്ന ആ നിമിഷം ഈ നീതി അല്ലെങ്കിൽ കർത്താവിൻ്റെ രക്തം ഈ നീതി വസ്ത്രത്തിൽ എന്തെങ്കിലും കറ പറ്റിയെങ്കിൽ അതിനെ കഴുകിക്കളഞ്ഞിട്ട് വീണ്ടും നിങ്ങളെ നീതിമാനായി കർത്താവ് വീണ്ടും കാണുകയാണ്. പക്ഷെ അത് ഒരിക്കലും അഹത്തിൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട്, അല്ലെങ്കിൽ ഞാനൊന്ന് കുറേ നാൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടോ എന്തെങ്കിലും ചെയ്തുകൊണ്ടല്ല, ആത്മാർത്ഥമായിട്ടുള്ള റിപ്പൻറ്റൻസ് ആൻഡ് പെട്ടെന്ന് ദൈവത്തിലേക്ക് തിരിച്ച് കയറാനുള്ള, അല്ലെങ്കിൽ കർത്താവിലേക്ക് ഓടിച്ചെല്ലാനുള്ള, എപ്പോഴും ഈ പാപി എന്നുള്ള ഒരു കോൺഷ്യസ്നെസ്സിൽ അല്ലെങ്കിൽ ഒരു സിന്നർ കോൺഷ്യസ്നെസ്സിൽ ജീവിച്ചാൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ ഉള്ള കോൺഫിഡൻസ് ഇല്ലാതാകും. അതാണ് സാത്താൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ്. ദൈവത്തിൻ്റെ അടുത്തേക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പോകാൻ, ദൈവം പാപം ചെയ്താലും പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കുമ്പോൾ പോലും പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ട നീതീകരിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പോണില്ല. എഫെസോസ് 1:13 പറയാണ്, നമ്മൾ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നാം എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരായിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് അന്ന് മുദ്ര വെച്ച് എൻ്റെ ആത്മാവിനെ കർത്താവിൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകി പരിശുദ്ധാത്മാവിൻ്റെ ആലയമാക്കി മാറ്റി എൻ്റെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവേശിച്ച ദിവസമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ കർത്താവ് ക്ലീനാക്കി അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് വസിക്കാൻ തുടങ്ങിയ ദിവസമാണ് നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച ദിവസം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ എത്ര പരിശുദ്ധാത്മാവിനെ ഗ്രീവ് ചെയ്താലും അല്ലെങ്കിൽ വേദനിപ്പിച്ചാലും പരിശുദ്ധാത്മാവ് വിട്ടുപോകണില്ല സത്യത്തിൽ. അപ്പോൾ ഏത് നിമിഷവും നിങ്ങളൊന്ന് തിരിഞ്ഞാൽ, അതായത് ഒരു വീഴ്ച വന്നു പോയാലും അപ്പം തന്നെ ഉള്ളിലുള്ള കർത്താവിലേക്ക് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ആ അതോറിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ആ അധികാരം ദൈവം തന്നിട്ടുണ്ട്. യേശുക്രിസ്തുവിൽ ആ അധികാരമുണ്ട്. നിങ്ങൾ ആ ആത്മാവ്, ഈ ആത്മാവ് എൻ്റെ ആത്മാവുമായി ചേർന്ന്, അത് 1 കൊരിന്തോസ് 6:17 പറയാണ്, നമ്മൾ യേശുക്രിസ്തു അല്ലെങ്കിൽ നമ്മൾ ദൈവവുമായിട്ട് ഒന്നാവുന്നവർ പരിശുദ്ധാത്മാവുമായിട്ട് ഒന്നാകുന്നു. വിവാഹം ചെയ്യുമ്പോൾ ഭാര്യയും ഭർത്താവും ഒന്നാവുന്നത് പോലെ പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിനോട് ചേർന്ന് എന്നെ ഒരു പുതിയ സൃഷ്ടി, ന്യൂ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ അതുവരെ ഇല്ലാത്തൊരു സൃഷ്ടിയാണ്. അതുവരെ എക്സിസ്റ്റൻ്റായ ആ പഴയ ആദത്തിലുള്ള സൃഷ്ടി മരിക്കുകയാണ്. സ്നാനത്തിൽ ഐക്യപ്പെടുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്തോടാണ് നമ്മൾ ഐക്യപ്പെടുന്നത്, അല്ലേ? റോമ 6:3 പറയാണ്, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാനായി ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത് എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. അപ്പോൾ അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ എനിക്കെന്താ പറ്റിയേ? എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചു. പഴയ മനുഷ്യൻ മരിച്ച ആളുടെ ക്രൈം ഫയൽ എല്ലാം പിന്നെ വാലിഡ് അല്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ എത്ര കേസ് പോലീസ് സ്റ്റേഷനിൽ അയാളെ പറ്റിയിട്ടുണ്ടെങ്കിലും അത് മുഴുവൻ റൈറ്റ് ഓഫ് ചെയ്യും, ഒന്നും ആ ഫയലേ പോയി. അതുപോലെ നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ഐക്യപ്പെട്ടപ്പോൾ അത് മുഴുവനും പോയി. എന്നിട്ട് പുതിയ സൃഷ്ടിയായി, അതായത് പുതിയ ടൈപ്പ് ഓഫ് ഒരു പുതിയൊരു ബ്രീഡ് പോലെയാണ്, പുതിയ ന്യൂ ക്രിയേഷൻ. അതായത് അതുവരെ ഉണ്ടായ ടൈപ്പ് മനുഷ്യനല്ല. ഈ ലോകത്തിൽ ജനിക്കുമ്പോൾ എല്ലാവരും ആദത്തിലാണ് ജനിക്കണം, സിന്നർ കോൺഷ്യസ്നെസ്സിലാണ്. പാപി
എന്നുള്ള ആ ഒരു ലേബലോടുകൂടി നമ്മൾ പാപം ചെയ്ത് പാപിയായതല്ല. നമ്മൾ പാപം ഉള്ളതുകൊണ്ട് ഓൾറെഡി ഇൻബിൽട്ടായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ ഇതിൽ പഠിക്കാം. എന്താണ് നമുക്ക് മനുഷ്യരാശിക്ക് സംഭവിച്ചിട്ട് എങ്ങനെയാണ് പുതിയ ന്യൂ ക്രിയേഷൻ ആവുക, അപ്പോൾ നമുക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത്. പക്ഷേ ഇതിപ്പോൾ ഇതിന് വേണ്ടി മാത്രം ഞാനത് ഒന്ന് ടച്ച് ചെയ്തു പോവുകയാണ്. അതായത് നമ്മൾ മാമ്പഴമായിരുന്ന ആദത്തിലേക്ക് പാപം കയറിയപ്പോൾ, അല്ലെങ്കിൽ ദൈവത്തോടുള്ള അനുസരണക്കേട്, വചനം അനുസരിക്കാതെ പിശാചിനെ അനുസരിച്ചപ്പോൾ അത് കാഞ്ഞിരത്തിൻ്റെ കയ്പ് പോലെ ആ കയ്പ് കയറി. പിന്നെ അതിലുണ്ടാവണ ആ ചെടിയിലുണ്ടാവണത് മുഴുവനും കാഞ്ഞിരാണ് അല്ലേ. പിന്നെ എല്ലാത്തിലും കയ്പുണ്ട്. അത് ആ കയ്പുള്ളത് കൊണ്ട് നാച്ചുറലി പാപം ചെയ്യാനുള്ള ടെൻഡൻസി. ഒരാൾ പാപിയായി നമ്മൾ ജനിച്ചപ്പോഴേ പാപിയായി ജനിച്ചുകൊണ്ടാണ് പാപം ചെയ്യാനുള്ള ഇൻക്ലിനേഷൻ മനുഷ്യന് എപ്പോഴും ഉള്ളത്. ആ ജനിസിൽ പെട്ട ഒരു മനുഷ്യനല്ല ഒരാൾ വീണ്ടും ജനിച്ചു കഴിഞ്ഞ ഒരു മനുഷ്യൻ. ആ ജനിസിലുള്ള ആളല്ല, അയാൾ പുതിയ സൃഷ്ടിയാണ്. അതിന് മനസ്സിൻ്റെ നവീകരണത്താൽ, ജ്ഞാനത്താൽ, പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് എൻ്റെ ജനം നശിച്ചു പോകുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത് അല്ലേ. അല്ല, ഓസിയ 4:6 പറയണേ. കർത്താവ് വീണ്ടും പറയേണ്ടത് ദൈവശക്തിയും തിരുവെഴുത്തുകളെയൊന്നും കുറിച്ച്, ദൈവശക്തിയെക്കുറിച്ചൊക്കെ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നതെന്ന് കർത്താവ് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്താണ് സംഭവിക്കണത്? ഇത് ഞാൻ എന്തായി മാറി, സത്യത്തിൽ എന്താണ് എൻ്റെ ഉണ്മ, ക്രിസ്തുവിലുള്ള എൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്, ഞാൻ ആരാണ് ക്രിസ്തുവിൽ, ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ നമ്മുടെ ഉള്ളിൽ വേണം. അതിൽ ഞാൻ റൈറ്റ്യസ് ആണ്, ഞാൻ നീതിമാനാണ്, ഞാൻ ക്രിസ്തുവിൽ നീതിമാനാണ് എന്നുള്ള ഉൾബോധ്യവും ക്രിസ്തുവിൽ ഉള്ള പരിപൂർണമായ ഒരു റിലയൻസ് അല്ലെങ്കിൽ ഒരു 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 ആശ്രയത്വവും നമുക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് എപ്പോഴും ക്രിസ്തുവിലേക്ക് ആശ്രയിച്ചാൽ മാത്രമേ നമുക്ക് ആ റൈറ്റസ്നെസ്സിൽ നിൽക്കാൻ പറ്റുള്ളൂ. എപ്പോഴും കർത്താവിൽ ആശ്രയിച്ച് അതിന് പരിശുദ്ധാത്മാവ്, അതിനാണ് ആ പുതിയ ജീവിതത്തിന് നമ്മളെ എക്യുപ്പ് ചെയ്യാനാണ് നമ്മളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്ന് വസിക്കണം. അപ്പോൾ നമ്മൾ ഈ പാപത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പരിശുദ്ധാത്മാവിന് നവീകരണത്തിനുള്ള റോള് ശരിയായ രീതിയിൽ എടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ അതായത് നവീകരിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് ചേർന്ന് നമ്മളുടെ ആത്മാവിലിരുന്ന് നമ്മളുടെ മനസ്സിനെയും നമ്മുടെ സോളിലും ബോഡിയിലുമുള്ള സ്വയത്തിനെയാണ് സത്യത്തിൽ പരിപൂർണമായും ജയിക്കേണ്ടത്. സ്വയത്തിനെയാണ്. ആ സ്വയത്തിനെ ചവിട്ടി അല്ലെങ്കിൽ സ്വയത്തിനെ ഇല്ലാതാക്കിക്കൊണ്ട് അവിടെ ദൈവിക ഭരണം പരിപൂർണമായി വരുത്താൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന് നമ്മളിലേക്ക് ശരിക്ക് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ നീതിബോധത്തിലായിരിക്കണം. അപ്പോഴാണ് പരിശുദ്ധാത്മാവിന് അതിൻ്റെ ഫങ്ഷണൽ മോഡിലേക്ക് ഒരാൾ വരുള്ളൂ. നമ്മൾ പാപത്തിനെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക്, അല്ലെങ്കിൽ പാപിയാണോ സത്യത്തിൽ പാപത്തിന് പിന്നെ എൻ്റെ മേൽ ഭരണമില്ല, എനിക്ക് അതിൻ്റെ അർത്ഥം പാപത്തിൽ പിന്നെ എന്ത് വേണമെങ്കിലും ജീവിക്കാമെന്നല്ല. പാപം അറിയാതെ വന്നു പോയാലും കർത്താവിൻ്റെ നീതി അതിനെ വിശുദ്ധീകരിക്കും. കർത്താവിൻ്റെ നീതിയിലേക്ക് ഓടിക്കയറുക, മനസ്സിലായ ഉടനെ അതിനെ ത്യജിച്ച് കർത്താവിനോട് ഏറ്റുപറഞ്ഞ് വീണ്ടും കഴുകൽ പ്രാപിച്ച് അനുദപിച്ച് അതിൽ തുടരരുത്. ഡോണ്ട് എബൈഡ് ഇൻ സിന്നിൽ നമ്മൾക്ക് തുടരാൻ അധികാരമില്ല, തുടരാൻ പാടില്ല. തുടരാൻ വിശ്വാസിയും പാപിയും ഒരേ സമയത്തായിരിക്കാൻ ആർക്കും പറ്റില്ല. യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് പാപിയെ നീതിമാനാക്കാനാണ്, വിശുദ്ധനാക്കാനാണ്, സ്വർഗത്തിന് യോഗ്യതയുള്ള ആളാക്കാനാണ്. അപ്പോൾ അത് വിശ്വാസത്താലാണ്. അപ്പോൾ ഞാൻ വിശ്വസിക്കണമെന്ന് പറയുകയും അതേസമയം തന്നെ പാപിയായിരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഒന്നെങ്കിൽ ആ പൂർത്തീകരണ പ്രവൃത്തി, കുരിശ് പൂർത്തീകരണ പ്രവൃത്തി ഒരു ഇഫക്റ്റും എന്നിലുണ്ടാക്കിയില്ല, അല്ലെങ്കിൽ അതിന് ഫലമില്ല എന്ന് പറയണ പോലെയാണ്. അതെന്തായാലും തെറ്റാണ്. തീർച്ചയായിട്ടും കർത്താവിൻ്റെ പ്രവൃത്തി പരിപൂർണമായ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് കർത്താവ് ടെറ്റലെസ്റ്റായി, അത് പൂർത്തിയായി എന്ന് പറഞ്ഞ് സീൽ ചെയ്ത പ്രവൃത്തിയാണത്, കംപ്ലീറ്റായി.
അപ്പോൾ അതിലേക്ക് ഞാൻ കയറുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ എൻ്റെ സൈഡിൽ നിന്നുള്ള കാര്യം. അപ്പോൾ അത് എന്നിട്ട് ഞാൻ പാപി തന്നെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ വിശ്വസിക്കുന്നു പറയുന്നുണ്ടെങ്കിലും ഞാൻ വിശ്വാസി അല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഉൾബോധ്യം കിട്ടുന്നുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ അനുദപിച്ച് വീണ്ടും സത്യവിശ്വാസത്തിലേക്കും സത്യസുവിശേഷം കേട്ട് മനസ്സിലാക്കി സത്യവിശ്വാസത്തിലേക്ക് കയറുക എന്നുള്ളതാണ്. അതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ പിന്നെ വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത കാര്യം പറയണത്, അവർ എന്നിൽ വിശ്വസിക്കാത്തതുകൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് നിങ്ങൾ വീണ്ടും എന്നെ കാണാതിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നീതിയെക്കുറിച്ചും. അപ്പോൾ വിശ്വാസികളായ നമുക്ക് കിട്ടേണ്ടത് നീതിയെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് നീതിബോധമാണ് തരുന്നത്. ഞാൻ നീതിമാനാണ്, യേശുക്രിസ്തുവിൻ്റെ രക്തം എന്നെ നീതിമാനാക്കി എന്നാണ് ഉള്ള ബോധ്യമാണ് വേണ്ടത്. പിന്നെ ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടതുകൊണ്ട് ന്യായവിധിയെക്കുറിച്ച്. അപ്പോൾ ന്യായവിധിയെക്കുറിച്ചുള്ള, അതായത് അധികാരം കൈമാറ്റം കർത്താവിലേക്ക് വന്നു കഴിഞ്ഞു. തലയായ ക്രിസ്തുവിലാണ്. ആ ശരീരമായ നമ്മളിലൂടെ അത് ആ മഹത്വ പ്രത്യക്ഷത ഭൂമിയിൽ വരേണ്ടതാണ്. ആ അധികാരം, ദൈവത്തിൻ്റെ അധികാരം ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിനായിട്ട് സ്ഥാപിക്കപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ മൂന്നാമത്തെ ഭാഗം. അപ്പോൾ ഇതിൽ വേറൊരു പ്രത്യേക ഇതിനെക്കുറിച്ചുള്ള ഒരു വചനം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുകയാണ്. അതായത് ഒരുവൻ്റെ ലംഘനം നിമിത്തം നമ്മൾ എല്ലാവരും മരണത്തിന് അധീനനായിരിക്കുന്നത് പോലെ തന്നെ യേശുക്രിസ്തു ആവുന്ന മറ്റൊരുവൻ്റെ നീതിപ്രവൃത്തിയിലൂടെ, അതായത് ആ യേശുക്രിസ്തുവിലൂടെ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ എന്നാണ് ബൈബിളിൽ നമ്മൾ വായിക്കണമെങ്കിലും. അതിൽ നേരത്തെ ഞാൻ ഓർത്തഡോക്സ് ബൈബിളാണ് കൂടുതൽ പഠിച്ചിരുന്നത്. അപ്പം അതിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ എന്നാണ്. അത് കുറച്ചും കൂടി വളരെ ക്ലാരിറ്റി ആ ഭാഗത്ത്, അതായത് ദോസ് ഹു റിസീവ് അബണ്ടൻസ് ഓഫ് ഗ്രേസ് ആൻഡ് ദ ഗിഫ്റ്റ് ഓഫ് റൈറ്റസ്നെസ് വിൽ റെയിൻ ഇൻ ലൈഫ് ഇൻ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ അതായത് കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ എത്രയോ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. അപ്പോൾ എത്രയോ അധികമായി ജീവനിൽ വാഴണമെങ്കിൽ കൃപ നീതിദാനം, നീതി നമുക്ക് ദാനമായിട്ട് കിട്ടിയതാണ്, നമ്മളുടെ യോഗ്യത കൊണ്ടല്ല. ഒരു യോഗ്യത കൊണ്ടും എത്ര കേവനായാലും എത്ര വിശുദ്ധനായാണ് ജീവിക്കുന്ന ആളാണെന്നും എന്തൊക്കെ പറഞ്ഞാലും ശരി, അതൊന്നും ദൈവത്തിൻ്റെ മുന്നിൽ യാതൊരു വിലയില്ല. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ യോഗ്യതയാൽ എനിക്ക് ആ നീതിയിലേക്ക് കയറാം. ആ നീതിദാനമാണ് ഞാൻ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. ആ കൃപയും നീതിദാനവും അവൈലബിളാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അവൈലബിൾ അല്ലേ, അപ്പോൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. അങ്ങനെയല്ല. ഇതെല്ലാം അവൈലബിൾ ആണെങ്കിൽ പോലും വിശ്വാസ സമൂഹം പലപ്പോഴും ഈ റൈറ്റ്സും ഞാൻ യേശുക്രിസ്തുവിൽ ആരാണ്, എനിക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ട്, സത്യത്തിൽ എന്തൊക്കെ ശത്രുവിൻ്റെ മേലെ എനിക്ക് കിട്ടിയ അധികാരം എന്താണ്, ഇതൊന്നും മനസ്സിലാവാതെ സഭയ്ക്ക് ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ, ശരീരം തല ആഗ്രഹിക്കുന്നത് പോലെയുള്ള സിഗ്നൽസ് സ്വീകരിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മളിലൂടെ കർത്താവ് നിങ്ങൾ ഓരോരുത്തരിലൂടെയും കർത്താവ് ചെയ്തെടുക്കേണ്ട വലിയ പ്രവൃത്തികളുണ്ട്. അത് ദൈവരാജ്യത്തിന് ആവശ്യമുണ്ട്. ഓരോ കാര്യങ്ങൾ ഒരാൾ പോലും ചെറുതല്ല. കർത്താവിൻ്റെ മുന്നിൽ നിങ്ങൾ വലുതാണ്. ഈ ലോകം നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഒരു വിഷയമല്ല. കർത്താവ് നിങ്ങളെ കാണുന്നത് പ്രഷ്യസ് ആൻഡ് ഓണേർഡായിട്ടാണ് അല്ലേ. വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരിയുമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് കയറി നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ട റോള് കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ ഞാൻ യേശുക്രിസ്തുവിൽ ആരാണ്, എവിടെയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാവണം. ആ നമുക്ക് അറിയണ നമുക്ക് അധികാരം ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ
നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലേ? നമുക്ക് അത് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല? അപ്പം അതുകൊണ്ടാണ് ഇതിന് ഈ സ്വീകരിക്കണം. ഇപ്പം നമ്മൾ കുറേ പേര്, ഇപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീട്ടിലേക്ക് വന്നു, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗിഫ്റ്റ്, ഒരു ടേബിൾ നിറയെ ഗിഫ്റ്റുകൾ വെച്ചിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളെല്ലാവരും തിരിച്ചു പോകുമ്പോൾ ഇതിൽ ഓരോരോ പാക്കറ്റ് എടുത്തിട്ട് പോകണം കേട്ടോ, നിങ്ങൾക്കുള്ള ഗിഫ്റ്റുകളാണ് ഇതെല്ലാം എന്ന് ഞാൻ പറയാണ്. അതായത് നമ്മൾ ഒരു ഗിഫ്റ്റ് പോലെയാണല്ലോ കൃപയുടെ നീതിദാനം. ആ നീതി നമുക്ക് ദാനമായിട്ട് കർത്താവ് തന്നതാണ്. അപ്പോൾ കുരിശിൻ്റെ ചോട്ടിൽ എല്ലാവർക്കും ഇതുപോലെ ഒരു ഗിഫ്റ്റ് വെച്ചേക്കാണ്. പക്ഷെ തിരിച്ചു പോകുമ്പോൾ 100 പേര് വന്നു, അതിൽ 20 പേരെ ഇത് എടുത്തുള്ളൂ, ബാക്കി 80 പേര് ഇതെടുക്കാൻ മറന്നു വെച്ചാൽ ഇത് കിട്ടിയോ ഇല്ലയോ? ഇല്ല, അല്ലേ? അത് എടുത്ത 20 പേർക്കേ അത് കിട്ടിയിട്ടുള്ളൂ, ബാക്കി 80 പേർക്ക് അത് അവൈലബിൾ ആയിരുന്നു, അതുണ്ടായിരുന്നു. അത് നിങ്ങൾക്കുണ്ട്. യേശുക്രിസ്തുവിലുള്ള വിശ്വസിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അതുണ്ട്. അതല്ലെങ്കിൽ അതുപോലെ നിങ്ങൾ എവിടെയാണോ നമ്മൾ എവിടെയെങ്കിലും കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്ത് അതിലേക്ക് കയറിക്കൊള്ളുക. അപ്പം ആ നീതിദാനത്തെ സ്വീകരിക്കുക. എന്നിട്ട് ഞാൻ നീതിമാനാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് പരിശുദ്ധാത്മാവിന് സത്യത്തിൽ നമ്മളുടെ ഉള്ളിൽ ആക്ടിവിറ്റി തുടങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ ആക്റ്റീവായിട്ട് പരിശുദ്ധാത്മാവിന് നമ്മളെ ഉപയോഗിക്കാനും ഒക്കെ സാധ്യമാണത് ഈ നീതിദാനത്തിൻ്റെ സമൃദ്ധി നമ്മൾ സ്വീകരിക്കുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമൃദ്ധമായ കൃപയുടെയും നീതിദാനത്തിൻ്റെയും ഐശ്വര്യത്തിലും എല്ലാ ആത്മീയ ഭൗതിക നന്മകളാലും നിറഞ്ഞ് എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും സമൃദ്ധിയോടെ വാഴട്ടെ യേശുക്രിസ്തുവിൽ എന്ന് പിതാവായ ദൈവത്തിന് എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിൽ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. രോഗികളായവർ ഇപ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് നിങ്ങൾ തന്നെ അവിടെ ഹീലിംഗ് ഉണ്ടാവട്ടെ. നിങ്ങളുടെ കൈകളിലൂടെ പരിശുദ്ധാത്മാവ് ചലിക്കണു. നിങ്ങളുടെ കൈകളിലൂടെ യേശുക്രിസ്തുവിൻ്റെ മുറിവിൽ ഉള്ള സൗഖ്യം, യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണറുകളാലുള്ള സൗഖ്യം അവിടെ വ്യാപരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗികൾ സൗഖ്യമാവട്ടെ. സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ ഇപ്പോൾ കർത്താവ് സമാധാനം തരുന്നു. ഹല്ലേലൂയ, വണ്ടർഫുൾ ജീസസ്. യേശു ആരാധന. ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന് ഇപ്പോൾ ജോലിയെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ഈ ദിവസങ്ങളിൽ ഇന്നോ നാളെയോ ആയിട്ട് ലഭിക്കുന്നതിനായി നന്ദി കർത്താവേ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. അത് കാണണം. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, വണ്ടർഫുൾ ജീസസ്. അപ്പോൾ കർത്താവിൻ്റെ കൃപയുടെ സമൃദ്ധിയിൽ എല്ലാവരും യേശുക്രിസ്തുവിലുള്ള ജീവനിൽ വാഴട്ടെ. ആമേൻ, ഹല്ലേലൂയ.